ഹലോ നമസ്കാരം, സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സർക്കിൾ ചാർജിങ് അനിമേഷനാണ്. നമ്മൾ മൊബൈലിലൊക്കെ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് പല ടൈപ്പ് അനിമേഷൻസ് ഉണ്ടാവും, ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ടൈപ്പ്. ഞാൻ ഇതിനു മുന്നേ ഒരു ചാർജിങ്ങിൻ്റെ അനിമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ ടൈപ്പ്, ഒരു സർക്കിളിനകത്ത് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ടെക്സ്റ്റ് വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം, നമ്പേഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്ന ഒരു അനിമേഷനാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ കണ്ടോ, നമുക്ക് ആ ഒരു സർക്കിൾ ചാർജ് ആയി വരുന്നതനുസരിച്ച് നമ്പേഴ്സിൻ്റെ വാല്യൂ ഇങ്ങനെ ചാർജ് ആയി വരുന്ന പോലെ 100%ലേക്ക് എത്തുന്നു. തിരിച്ച് ചാർജ് ഇറങ്ങുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ 0ലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് അനിമേഷനാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രൊജക്റ്റിൽ പോയിട്ട് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ റെൻഡർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, റെൻഡർ. ഓക്കെ, അതിനുശേഷം ഞാനൊരു സർക്കിൾ PNG ഫയൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫോട്ടോഷോപ്പിലൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തൊരു ബിവൽ ആൻഡ് നമ്പേഴ്സ് കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ മതി. ജസ്റ്റ് സ്കെയിൽ ചെയ്യുന്നു, ഒരു 45. ഓക്കെ, ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടതിന് ശേഷം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനുവേണ്ടി ന്യൂ സോളിഡ് ലെയർ, അവിടെ BG ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അത് ബാക്കിൽ ലെയറായിട്ട് ഇടുക. അതിനുശേഷം ഞാനിവിടെ FX ആൻഡ് പ്രീസെറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം FX ജനറേറ്റിനകത്ത്, ഇവിടെ ജനറേറ്റിനകത്ത് ഗ്രേഡിയൻ്റ് റാമ്പ് എടുക്കുക. ജസ്റ്റ് ഞാൻ കളർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കളർ പിക്ക് ചെയ്തെടുക്കുന്നു. ജസ്റ്റ് ഡാർക്കിലേക്ക് കൊണ്ടുപോകുന്നു. തൊട്ട് മുകളിലത്തെ ബ്ലാക്ക് കളർ, സ്റ്റാർട്ട് കളർ, ജസ്റ്റ് ഐ ഡ്രോപ്പ് എൻഡ് കളർ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ കളർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ സർക്കിളിനകത്ത് വരിക. സർക്കിൾ എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. FXൽ പോയിട്ട് കളർ കറക്ഷനിൽ ട്രൈറ്റോൺ എടുക്കുക. ട്രൈറ്റോൺ എടുത്തതിന് ശേഷം ജസ്റ്റ് മിഡ് ടോൺ കളർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഗ്രേ കളർ പോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒപ്പാസിറ്റി ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഒരു 43, 23 ആ റേഞ്ചിലൊക്കെ, 22, 23 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു 25 ആക്കി കൊടുക്കാം റൗണ്ട് ചെയ്ത്. അതിനുശേഷം ഈ സർക്കിൾ ലെയർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഇതിൽ ഒപ്പാസിറ്റി ഉണ്ടല്ലോ, ഒപ്പാസിറ്റി എടുത്തിട്ട് അതിൻ്റെ വാല്യൂ 100 ആയി കൊടുക്കുക. 100 ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ബ്ലെൻഡിങ് കളർ, മിഡ് ടോൺസ് കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഞാനൊരു വേറെ കളർ സെലക്ട് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ മെനുവിന് തൊട്ട് താഴെ ലെയർ ഉണ്ടല്ലോ, ലെയറിനകത്ത് വന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ, അതിനകത്ത് എലിപ്സ് ടൂൾ എടുക്കുക. എലിപ്സ് ടൂൾ എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് തുടങ്ങണം. അതിന് വേണ്ടി നമുക്കിവിടെ ഗ്രിഡ്, ടൈറ്റിൽ സേഫ് ആക്ഷൻ ഗ്രിഡ് ആക്റ്റീവ് ആക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഞാൻ ലെയർ അൺസെലക്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മളിവിടെ വരയ്ക്കാൻ വരാവൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കിൾ ലെയർ മാസ്ക് ലെയറായിട്ട് മാറും. അപ്പോൾ ഈ ലെയർ അൺസെലക്റ്റഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ലെയറായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എലിപ്സ് ടൂൾ എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട്, ഓക്കെ, കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്യാൻ കറക്റ്റ് പ്രൊപ്പോർഷനായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, കറക്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മളെ സർക്കിൾ PNG ലെയറിനകത്ത് വന്നിട്ട് ഇവിടെ മാസ്ക് കണ്ടോ, ഇവിടെ മാസ്കിനകത്ത് ആൽഫ മാറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ, ഇത് മാസ്കായിട്ട് കിട്ടി. ഇനി നമ്മുടെ ഷേപ്പ് ലെയറിനകത്ത് പോയിട്ട് കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് ആഡിനകത്ത് ട്രിം പാത്ത് അപ്ലൈ ചെയ്യുക. ട്രിം പാത്തിനകത്ത് പോയിട്ട് എൻഡ് കണ്ടോ, നമുക്ക് കിട്ടിയേക്കുന്ന അനിമേഷൻ. നമുക്കിത് മാസ്ക് ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മാസ്ക് ലെയർ കണ്ടോ, ആ മാസ്ക് ലെയറാണ് നമുക്കിങ്ങനെ അനിമേഷനായിട്ട്, ട്രിം പാത്ത് അനിമേഷനായിട്ട് കിട്ടുന്നത്. നമുക്ക് മാസ്ക് നമ്മുടെ സർക്കിൾ ഇമേജിലേക്ക് മാസ്ക് ആയതുകൊണ്ട് നമുക്ക് ആ മറ്റേ തൊട്ട് മുകളിൽ കിടന്ന ലെയർ
എന്ന് പറഞ്ഞാൽ ഷേപ്പ് ലെയർ മാസ്കായിട്ട് മാറ്റ് പോലെ ആൽഫ മാറ്റ് വരെ സെറ്റ് ചെയ്തിട്ടേക്കും നമ്മൾ. അതിനുശേഷം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ടെക്സ്റ്റ്. ഇവിടെ 0 എന്ന വാല്യൂ കൊടുക്കുന്നു. സെലക്ഷൻ ടൂൾ എടുത്തു, ജസ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാനിവിടെ സ്ലൈഡർ കൺട്രോൾ ഏതിലേക്ക് ഇടുന്നു? ടെക്സ്റ്റ് ലെയറിലേക്ക് സ്ലൈഡർ കൺട്രോൾ ആക്റ്റീവ് ആക്കുന്നു. ഇനി ടെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്യുക. അതിൽ ടെക്സ്റ്റ് ഓപ്പൺ, അവിടെ സോഴ്സ് പാത്ത് അത് സെലക്ട് ചെയ്തതിന് ശേഷം അനിമേഷനിൽ ആഡ് എക്സ്പ്രഷൻ കൊടുക്കുക. എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ പിക്ക് വൈപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് പാരൻ്റ് ചെയ്യണം. ഏതിലേക്ക്? നമ്മളിവിടെ എടുത്തിട്ട് സ്ലൈഡറിലേക്ക് പാരൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമുക്കത് ഹോൾഡ് ചെയ്യണം. നമുക്ക് ഈ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഡോട്ട് വാല്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് ഡോട്ട് ടു ഫിക്സഡ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അനിമേഷൻ വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലൈഡറിൽ കീ കൊടുത്താൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഓൾറെഡി സ്ലൈഡറിൽ മൂവ് അനുസരിച്ച് നമുക്ക് അനിമേഷൻ നടക്കത്തുള്ളൂ. കണ്ടോ? സ്ലൈഡറിൽ ജസ്റ്റ് മൂവ് അനുസരിച്ച് നമുക്ക് അനിമേഷൻ വർക്ക് ചെയ്യും. അപ്പോൾ സ്ലൈഡറിന് നമുക്ക് എന്ത് ചെയ്യണം? കീ കൊടുക്കണം. അതിനുവേണ്ടി സ്ലൈഡറിൽ ഫസ്റ്റ് ഫ്രെയിമിൽ കീ കൊടുക്കുക. ഒരു 3 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക? 100 കൊടുക്കുക. അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് പറഞ്ഞാൽ നോർമൽ. കണ്ടോ? ഇങ്ങനെയാണ് അനിമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ അനിമേഷൻ നമുക്കിവിടെ ഒരു പെർസെൻറ്റേജ് വാല്യൂ കൂടെ കൊടുക്കണമെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിൽ പോയിട്ട് പ്ലസ് ഡബിൾ കോട്ട്സ് അടിക്കുക. അവിടെ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പെർസെൻറ്റേജ് വാല്യൂ കൂടെ കിട്ടി. കണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ലെയറിനകത്ത് പോയിട്ട് നമ്മുടെ എൻഡ് ഉണ്ടല്ലോ, എൻഡ് സെലക്ട് ചെയ്തിട്ട് അനിമേഷനിൽ ആഡ് എക്സ്പ്രഷൻ കൊടുത്തിട്ട് തൊട്ട് മുകളിലത്തെ ലെയർ നമ്മൾ സ്ലൈഡർ കണ്ടുകൊണ്ട് 0 നമ്പേഴ്സ് ലെയർ സെലക്ട് ചെയ്യുക. ഈ എൻഡ് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തു. അവിടെ നമുക്ക് പാരൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇത് ഏതിലേക്ക് പാരൻ്റ് ചെയ്യുക? സ്ലൈഡർ കൺട്രോളിലേക്ക് പാരൻ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക. ജസ്റ്റ് നമുക്ക് എന്തായി? ആ നമ്പേഴ്സിനൊപ്പം തന്നെ നമുക്ക് ആ സർക്കിളും അനിമേറ്റായി പോകുന്നുണ്ട്. കണ്ടോ? അപ്പം ഇത്രയാണ് നമ്മുടെ ചാർജിങ് അനിമേഷൻ. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള അനിമേഷൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം ഇന്നത്തെ ഈ സെഷൻ മനസ്സിലായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള പുതിയ വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.